ചോദ്യം 1. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. ഇതാരുടെ വാക്കുകളാണ്? അദോണി ബെസെക്ക്. 2. ഗിദെയോൻ 300 പേരെ എത്ര ഗണമായാണ് തിരിച്ചത്? 3. മൂന്നാമത്തെ ചോദ്യം. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതാര്? ന്യായാധിപന്മാർ. ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു? 18 വർഷം. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് തടിച്ചു കൊഴുത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? എഗ്ലോൻ. ചോദ്യം 6. ഇസ്രായേൽ ജനം 20 വർഷം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? യാബീൻ. ചോദ്യം 7. ആരാണ് കൂടാരവാസികളുടെ ഏറ്റവും ധന്യ? ജായേൽ. ചോദ്യം 8. മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഗിദെയോൻ്റെ ഗോത്രമേത്? മനാസെ. ചോദ്യം 9. ഗിദെയോൻ കർത്താവിൻ്റെ ദൂതൻ സമർപ്പിച്ച ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എവിടെ നിന്ന് ഉയർന്ന തീയിലാണ് ദഹിച്ചത്? പാറയിൽ നിന്ന്. 10. ഗിദെയോൻ്റെ ആദ്യജാതൻ്റെ പേരെന്ത്? യഥർ. 11. ബാൽബറീത്തിനെ ദൈവമാക്കിയതുകൊണ്ട് ആരുടെ കുടുംബത്തോടാണ് ഇസ്രായേൽ ജനം ഒട്ടും കരുണ കാണിക്കാതിരുന്നത്? ഗിദെയോൻ്റെ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടതാര്? അമൂര്യർ. 13. എത്ര ഫിലിസ്തീയരെയാണ് അനാത്തിൻ്റെ പുത്രനായ ശങ്കാർ ചാട്ടുകൊണ്ടുപോകുന്നത്? 600. യാബീൻ സേനാപതി സിസേറ എവിടെ വെച്ച് ബാറക്കിനെ എതിർക്കാൻ കർത്താവ് ഇടയാക്കുമെന്നാണ് ദബോറ ബാറക്കിനോട് പറഞ്ഞത്? കിഷോൻ നദി. 15. ദബോറയുടെ കീർത്തനങ്ങളിൽ ആരാണ് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നത്? ഇസാക്കർ. 16. അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാവത്തോടെ വധിക്കപ്പെടും. ആർക്കു വേണ്ടി നിൽക്കുന്നവരാണ് വധിക്കപ്പെടുന്നത്? ബാലിനു വേണ്ടി. 17. അബിമെലെക്കിനും ഷെക്കെ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് നയിച്ചത്? ദുരാത്മാവിനെ. 18. അബിമെലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത്? തോല. 19. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം സമീപിച്ചത് ഏത് വൃക്ഷത്തെയാണ്? ഒലിവ് മരത്തെ. 20. താഴെ പറയുന്നവയിൽ ആരാണ് ഇസ്രായേലിന് 22 വർഷം ന്യായപാലനം നടത്തിയത്? ജായർ. 21. ദബോറയുടെ കീർത്തനത്തിൽ ഏത് നിവാസികളെയാണ് കഠിനമായി ശപിക്കാനാണ് കർത്താവ് ദൂതൻ പറയുന്നത്? മെറോസ് നിവാസികളെ. 22. മിദിയാൻകാരിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തന്നോടൊപ്പം ചേരാൻ ഗിദെയോൻ വിളിക്കാതിരുന്ന ഗോത്രമേത്? ദാൻ. ചോദ്യം 23. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത്? സുക്കോത്തിലെ പ്രമാണികൾ. ചോദ്യം 24. ജെറുബ്ബാൽ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. ചോദ്യം 25. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ചതായി ആദ്യം രേഖപ്പെടുത്തുന്ന സ്ഥലമേത്? ബോക്കിം. 26. ആർക്കാണ് അറിവ് കുറയുമെന്ന് പ്രഭാഷകൻ പറയുന്നത്? അനുഭവജ്ഞാനമില്ലാത്തവന്. ചോദ്യം 27. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളതും ഇല്ലാത്തതുമായ ബലി? ദൈവഭക്തൻ്റെ. ചോദ്യം 28. അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷനിലാണ്. അവനാര്? ദൈവഭക്തൻ. 29. പ്രഭാഷകൻ 34-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 6. ചോദ്യം 30. സമാധാന ബലിക്ക് തുല്യമായ പ്രവൃത്തി ഏതെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്? കൽപ്പനകൾ അനുസരിക്കുന്നത്. 31. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക എന്ന പ്രഭാഷക പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത്? 35-11. ചോദ്യം 32. അവൻ്റെ പ്രാർത്ഥനകൾ മേഘങ്ങൾ തുളച്ചു കയറുന്നു. ആരുടെ പ്രാർത്ഥന? വിനീതൻ്റെ. ചോദ്യം 33. ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത്? തിന്മയ്ക്ക് വിധേയനായവൻ്റെ. 34. അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പ്രഭാഷകൻ 35-ാം അധ്യായത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? കൈക്കൂലി. 35. ആരുടെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. 36. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്? ഭാര്യ. 37. പൂരിപ്പിക്കുക. അങ്ങയുടെ ഡാഷ് കൊണ്ട് അങ്ങയുടെ ആലയത്തെ നിറയ്ക്കണമേ. മഹത്വം കൊണ്ട്. 38. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്ന ഏത് ബലിക്ക് തുല്യമാണ്? ധാന്യബലി. 39. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ കർത്താവ് ആദ്യജാതനെ പോലെ പരിഗണിച്ചത് ആരെയാണ്? ഇസ്രായേലിനെ. 40. ആരോട് നന്ദിയെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിദ്വേഷിയോട്. 41. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ജ്ഞാനിയുടെ. 42. മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ഏഴാമതായി പറഞ്ഞിരിക്കുന്നത് എന്ത്? തേൻ. 43. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് പരിമിതമാകുകയും ആർക്കും സാധ്യമല്ല? രക്ഷാകര ശക്തിയെ. 44. മരണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും ആർക്കാണ്? ആദത്തിൻ്റെ സന്തതികൾക്ക്. 45. പൂരിപ്പിക്കുക. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നേക്കും നിലനിൽക്കുന്നത് വിശ്വസ്തത. 46. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് സന്തോഷം ലഭിക്കുക? ഔദാര്യശീലന്. 47. പൂരിപ്പിക്കുക. ഏത് ഭക്ഷണം സ്വീകരിക്കുന്നു? ഉദരം. 48. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ സ്വർണത്തെയും വെള്ളിയേക്കാൾ ശ്രേഷ്ഠമെന്ത്? സതുപദേശം. 49. ആർക്കാണ് ഭിക്ഷാടനം മതിരിക്കുന്നത്? നിർലജ്ജന്.
50 പൂരിപ്പിക്കുക. അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾ. 51 ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഏത് അത്ഭുതത്തിന് ശേഷമാണ് ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത്? പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. 52 ലൂക്ക 13:19 യേശു ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ്? കടുകുമണി. 53 ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവരെ യേശു വിളിക്കുന്നത് എന്ത്? കപടനാട്യക്കാർ. 54 ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് യേശു അരുളി ചെയ്തത് ആരോടാണ്? ശിഷ്യരോട്. 55 അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും. ഏത് ഉപമയിലാണ് യേശു ഇത് പറയുന്നത്? കാണാതായ ആടിൻ്റെ ഉപമ. 56 വലിയ സദ്യ ഒരുക്കിയ യജമാനൻ അക്കാര്യം ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഒഴികഴിവ് പറഞ്ഞത് എത്ര പേരാണ്? 3 പേര്. 57 യേശു ഒരിക്കൽ ശിഷ്യരെ ശാസിക്കുകയുണ്ടായി. പ്രദേശമേത്? ജെറുസലേം. 58 അധ്യായവും വാക്യവും എഴുതുക. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും. പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ലൂക്ക 10:22 പൂരിപ്പിക്കുക. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? 60 ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. യേശു ഇങ്ങനെ അരുളി ചെയ്ത ആരോടാണ്? ജനക്കൂട്ടത്തോട്. 61 ലൂക്കയുടെ സുവിശേഷം നിത്യജീവൻ അവകാശമാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യമായി യേശുവിനെ പരീക്ഷിക്കാൻ എത്തിയതാരായിരുന്നു? നിയമജ്ഞൻ. ലൂക്കായുടെ 9-ാം അധ്യായത്തിൽ കാണുന്ന ഏത് സംഭവമാണ് 4 സുവിശേഷങ്ങളിലുമുള്ളത്? അപ്പം വർദ്ധിപ്പിക്കുന്നു. 63 താഴെ പറയുന്നവ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിച്ചിരുന്ന ഉപമ ഏത്? കടുകുമണിയുടെ ഉപമ. 64 ധൂർത്തപുത്രൻ്റെ ഉപമയായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പന്നികൾക്ക് കൊടുത്തിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കേണ്ടി വന്നു. 65 നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. ആര് പറഞ്ഞു? 12 പേർ. 66 അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ജനങ്ങളിൽ ചിലർ. 67 വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? നിയമജ്ഞരോട്. 68 ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകനാര്? സക്കറിയ. 69 ഹെറോദേസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന വാർത്ത യേശുവിനെ അറിയിച്ചതാര്? ഫരിസേയർ. 70 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ ആ സാബത്ത് ദിവസം അഴിച്ച് വിടേണ്ടതില്ലെന്നോ? യേശുവിൻ്റെ ഈ ചോദ്യം കേട്ട് ലജ്ജിതരായതാര്? യേശുവിൻ്റെ പ്രതിയോഗികൾ. 71 ലൂക്ക 15 അധ്യായത്തിൽ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം? ചുങ്കക്കാരും പാപികളുമെല്ലാം. 72 കടുകുമണിയുടെ ഉപമയ്ക്ക് ശേഷം ഉടനെ വരുന്ന ഉപമ ഏത്? പുളിമാവിൻ്റെ ഉപമ. 73 ഏത് വാക്കാണ് ലൂക്ക 13:28 ഇല്ലാത്തത്? മോശ. 74 സാപത്തിൽ രോഗശാന്തി നൽകുന്ന അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? എതിരാളികളോട്. 75 അധ്യായവും വാക്യവും എഴുതുക. സ്വന്തം കുരിശും വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ലൂക്ക 14:27. 76 കർത്താവ് പൗലോസിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൊറിന്തോസുകാരെ പുനരുദ്ധീകരിക്കാൻ. 77 അധ്യായവും വാക്യം എഴുതുക. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ്. 2 കൊറിന്തോസ് 12:14. 78 പുറമേ മത്സരം, അകമേ ഭയം. പൗലോസ്ലീഹായുടെ ഈ പരാമർശം എവിടുത്തെ ക്ലേശങ്ങളെക്കുറിച്ചുള്ളതാണ്? മക്കദോനിയ. കൊറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമെന്ന് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? തീത്തോസ്. 80 പൂരിപ്പിക്കുക. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ. 81 ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് പൗലോസ്ലീഹയ്ക്കും സഹപ്രവർത്തകർക്കും സമാശ്വാസവും നൽകിയത്? തീത്തോസിൻ്റെ. 82 ആരെ ശുശ്രൂഷിക്കുന്നുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗ്യവാക്കാക്കണമെന്ന് മക്കദോനിയക്കാർ പൗലോസ്ലീഹയോട് അപേക്ഷിച്ചത്? വിശുദ്ധരെ. 83 എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഹ വടി കൊണ്ട് അടിക്കപ്പെട്ടത്? 3 പ്രാവശ്യം. 84 കൊറിന്തോസുകാർ മികച്ചു നിൽക്കുന്നതായി പൗലോസ്ലീഹ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണ്? വിജ്ഞാനം. 85 ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുമ്പോൾ ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത്? മരണത്തിലേക്ക്. 86 സർപ്പം തന്ത്രപൂർവ്വം ചതിച്ചത് ആരെയാണ്? ഹൗവായെ. 87 അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി പൗലോസ്ലീഹായെ പിടികൂടുന്നതിന് ഏത് നഗരത്തിലാണ് കാവലേർപ്പെടുത്തിയത്? ദമാസ്കസ്. 88 പൂരിപ്പിക്കുക. പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ? ദൈവത്തിൻ്റെ സുവിശേഷം. 89 2 കൊറിന്തോസ് 13:11 പൗലോസ്ലീഹ നൽകുന്ന ഉപദേശങ്ങളിൽ പെടാത്തത് ഏത്? എൻ്റെ ഉപദേശം സ്വീകരിക്കുവിൻ. 90 പൗലോസ്ലീഹയ്ക്ക് കൊരിന്തോസുകാരോട് തോന്നുന്നതായി 2 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ്? ദൈവികമായ അസൂയ. 91 കൊരിന്തോസുകാരുടെ ഇടയിൽ
താൻ കണ്ടെത്തുമോ എന്ന് പൗലോസ്ലീഹ ഭയപ്പെടുന്ന തിന്മകളിൽ അഞ്ചാമത്തേത് അപവാദം. 92 പൂരിപ്പിക്കുക. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തി പിടിക്കാൻ ഉദ്യമിക്കുകയില്ല. നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. 93 വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് എന്തിലാണ്? ദൈവഭയത്തിൽ. 94 കൊറിന്തോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത്? തീത്തോസ്. 95 പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ. അവർ ആര്? ആത്മപ്രശംസ നടത്തുന്നവർ. 96 പൂരിപ്പിക്കുക. അഭിമാനിക്കുന്നവൻ അഭിമാനിക്കട്ടെ കർത്താവിൽ. 97 പൗലോസ്ലീഹ എത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു? ഒരു രാത്രിയും ഒരു പകലും. 98 നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അധ്യായം വാക്യം എഴുതുക. 2 കൊരിന്തോസ് 12:9. 99 പൂരിപ്പിക്കുക. അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി. ഉത്തരം സഹോദരന്മാരെ. 100 അധ്യായവും വാക്യവും എഴുതുക. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. ഉത്തരം 2 കൊരിന്തോസ് 9:15.